ഹലോ നമസ്കാരം, ഏവർക്കും സ്വാഗതം. ജാൻ സേ പ്യാരെ മമത കാലിയ എഴുതിയ ഒരു വൺ ആക്ട് പ്ലേ ആണ്. അതാണ് നമ്മളിന്ന് ആസ്വദിക്കാൻ പോകുന്നത്. ഈ വൺ ആക്ട് പ്ലേ ഓൾറെഡി 4 ഭാഗങ്ങളായിട്ട് അപ്ലോഡഡ് ആണ്. ആ 4 ഭാഗങ്ങളുടെയും മലയാളം പോർഷൻ ഒന്നിച്ച് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നു. മമത കാലി ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു റൈറ്ററാണ്, കണ്ടംപററി റൈറ്ററാണ്. നമ്മുടെ കേരളവുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ്. ഇപ്പോഴും സെമിനാറുകളിലൊക്കെ വരാറുണ്ട്, കോളേജുകളിൽ. എപ്പോഴും ഷീ സ്റ്റേസ് കണക്റ്റഡ് വിത്ത് അസ്. അവരുടെ കഥകൾ മിക്കപ്പോഴും ഇങ്ങനെ റിലേഷൻഷിപ്സിനെ ബേസ് ചെയ്താണ്. എങ്ങനെ മോഡേൺ യുഗത്തിൽ റിലേഷൻഷിപ്സ് ഒരു പൊള്ളയായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. നീ എനിക്ക് ജീവനേക്കാളും പ്രിയപ്പെട്ടതാണ്, അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ നിൻ്റെ കൂടെ തന്നെ ജീവിക്കണം എന്നൊക്കെ പറയുന്ന പലരും യഥാർത്ഥത്തിൽ അത് ഉദ്ദേശിക്കുന്നില്ല എന്ന് തെളിയിക്കുന്ന ഒരു വൺ ആക്ട് പ്ലേ ആണ് ജാൻ സേ പ്യാരെ. ജാൻ സേ പ്യാരെ എന്നുള്ളൊരു വേർഡ് അതിൻ്റെ അർത്ഥമില്ലായ്മ സൂചിപ്പിക്കുന്ന ഒരു വൺ ആക്ട് പ്ലേ ആണ്. അപ്പോൾ ഇതൊരു വൺ ആക്ട് പ്ലേ ആയതുകൊണ്ട് തന്നെ ഒരു നാടകത്തിൻ്റെ എല്ലാ തത്വങ്ങളും ഇതിലുണ്ട്. ഒൺലി തിങ് ഏക് അങ്ക് വാല നാട്ടക്കാണ് ഏകാങ്കി. അത്രയും കഥാപാത്രങ്ങളും അത്ര വലിയൊരു ടോപ്പിക്കും ആയിരിക്കില്ല. വൺ ആക്ട് പ്ലേ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെയും കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. ഇതിൽ പ്രധാന കഥാപാത്രം ഒരു സയൻറ്റിസ്റ്റാണ്, ഡോക്ടർ കൗശിക്. രംഗമഞ്ച് എന്ന് പറയുമ്പം ഇതിൻ്റെ സ്റ്റേജ് നമ്മൾ സങ്കല്പിക്കേണ്ടത് ഇതൊരു ലാബറട്ടറിയാണ് ആദ്യം കാണിക്കുന്നത്. അവിടെ മൈക്രോസ്കോപ്പും ലെൻസും ബീക്കറും ജാറും എല്ലാം ഉണ്ട്. എന്നുവെച്ചാൽ ഒരു ലാബിൽ വേണ്ട ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. അവിടെ ഒരു ഡോക്ടർ കൗശിക്, അദ്ദേഹം വളരെ പരിശ്രമത്തോടു കൂടി കുറേ നാളായിട്ട് ഒരു ഗവേഷണത്തിലാണ്. അദ്ദേഹം കണ്ടുപിടിക്കുന്ന ഒരു സൊല്യൂഷനാണ്. അതോടെയാണ് ഈ ഏകാങ്കി തുടങ്ങുന്നത്. അദ്ദേഹം വളരെ ആവേശത്തോടു കൂടി തൻ്റെ അസിസ്റ്റൻ്റായ അവിനാഷിനോട് പറയുകയാണ്, യുറേക്ക मैंने ढूंढ लिया तुमने देखा अविनाश कैसे वह मरा हुआ कॉकरोच उस घोल को डालने से अभी जिंदा होकर चल दिया. വളരെ എക്സൈറ്റഡ് ആയിട്ട് യുറേക്ക എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്ത് ഡോക്ടർ കൗശിക് പറയും, നോക്കൂ അവിനാഷ്, ഞാനിപ്പം ആ ചത്ത് കിടന്ന കോക്രോച്ച്, ആ പാറ്റ, അതിനെ ഞാനിപ്പം ജീവൻ നൽകി. ഞാൻ ഈ കണ്ടുപിടിച്ച സൊല്യൂഷനൊന്നും ഇട്ടതേ ഉള്ളൂ അതിൻ്റെ മുകളിൽ, അത് ജീവനോട് ഓടിപ്പോയി. അവിനാഷ് ഇത് വിശ്വസിക്കുന്നില്ല. അല്പം ശങ്കയോടെ പറയും, ഷായദ് വഹ കോക്രോച്ച് അഭി പൂരി തര മറാ നഹീ ഥാ. ആ പാറ്റ ഒരുപക്ഷെ ചത്ത് കാണില്ല. അതേ ആവേശത്തോടുകൂടി ഡോക്ടർ കൗശിക് പറയും, തുമേ പതാ ഹേ ഉസേ മറേ ഹുവേ 6 घंटे ഹോ ചുക്കേ ഥേ. നിനക്കറിയാമോ, ആ പാറ്റ ചത്തിട്ട് 6 മണിക്കൂറിൽ കൂടുതലായി. അവിനാഷിന് എന്നിട്ടും വിശ്വസിക്കാൻ വയ്യ. ബഡി ബേഡപ്പ് ചീസ് ഹേ കോക്രോച്ച്. आप उसे चप्पल से कुचल दें, संडसी से दबा दें, पहाड़ से गिरा दें, समुंदर में डुबो दें, वह थोड़ी देर में सांस लेकर फिर चल देगा. इन बातों का कोई वैज्ञानिक आधार नहीं है. അപ്പോൾ അവിനാഷ് പറയും, എനിക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പാറ്റ എന്ന് പറഞ്ഞൊരു സാധനം അങ്ങനെയാണ്, കോക്രോച്ച്. അതിനെ നമ്മൾ എന്തുകൊണ്ട് അടിച്ചാലും, എത്ര പ്രാവശ്യം അടിച്ചാലും അത് ചത്ത പോലെ ഇങ്ങനെ കിടക്കും. അല്പനേരം കഴിയുമ്പോൾ അത് ഓടിപ്പോകുന്ന കാണാം. അതുകൊണ്ട് അതിന് വല്ലാത്തൊരു ആയുസ്സാണ്. അതുകൊണ്ട് ഈ സൊല്യൂഷനാണോ ഫലിച്ചത് അതോ പാറ്റയുടെ ഒരു സ്വഭാവമാണോ ഇപ്പോൾ ഇവിടെ കണ്ടത് എന്നെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് കേൾക്കുമ്പം കൗശിക്കിന് അല്പം ഇറിറ്റേഷൻ വരും. അദ്ദേഹം പറയും, തും ക്യോ നഹീ മാനനാ ചാഹത്തെ കി മേരെ ഹാത്ത് വഹ നുസ്ഖ ആ ഗയാ ഹൈ ജിസ്സെ മരാ ഹുവാ ജീവ് जी उठे. हा अब मैं जितना चाहूँ यह सॉल्यूशन बनाकर നിർജീവ പ്രാണിയോങ്കോ നയാ ജീവൻ ദേ സക്താ ഹൂം. ഡോക്ടർ കൗശിക് പറയും, നീ എന്തുകൊണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല? എൻ്റെ കയ്യിൽ ആ ഫോർമുല വന്നു കഴിഞ്ഞു, ആ നുസ്ഖ, ആ ഫോർമുല, ആ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ട ആ ഒരു ഫോർമുല എനിക്ക് പിടികിട്ടിക്കഴിഞ്ഞു. നോക്കൂ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് എത്ര നിർജീവമായ പ്രാണികളെയെല്ലാം ഞാൻ പുതിയ ജീവൻ കൊടുക്കും. ഡോക്ടർ കൗശിക് വളരെ ഹാപ്പിയാവും. അവിനാഷിന് പിന്നെ സംശയമുണ്ട്, पर कौन चाहेगा आपका यह नुस्खा. ഞാൻ അവിനാഷ് വളരെ ഒരു കാതലായ കാര്യം പറയും, ഈ ഫോർമുല ആർക്ക് വേണം? ഇവിടെ മരിച്ചവരെ ജീവിപ്പിക്കണമെന്ന് ആർക്കാ ആഗ്രഹം? തും പൂछते हो कौन? मैं पूछता हूँ कौन नहीं चाहेगा अविनाश. जिसके घर कोई मर जाता है वहाँ कैसे टूट जाते हैं लोग.
बिखर जाता है नीड, मैं पीड़ा से कराहती मानवता के लिए नए जीवन का संदेश लाऊंगा. നീ ചോദിക്കുകയാണ് ആർക്കാ വേണ്ടാത്തത്. ഓരോ വീടുകളിൽ മരണം നടക്കുമ്പോൾ നമ്മൾ കാണാറില്ലേ എങ്ങനെയാണ് ആ ഫാമിലി അങ്ങ് വിഷമിച്ചു പോകുന്നത്. ബിഖർ ജാത്താ ഹെ നീഡ്. നീഡ് എന്ന് പറയുമ്പോൾ ഒരു നെസ്റ്റ്, ആ ഒരു കുടുംബം താമസിക്കുന്ന ആ ഒരു കൂട്, ആ കിളിക്കൂട് അങ്ങ് തകർന്നു പോവും ഒരാൾ മരിക്കുമ്പം. പീഡാ സെ കരാഹത്തി മാനവതാ കെ ലിയെ മൈ നയ ജീവൻ കാ സന്ദേശ് ലാവുങ്ക. നോക്കൂ, ഞാൻ ഉറപ്പാണ് എൻ്റെ ഈ സൊല്യൂഷൻ കൊണ്ട് വേദനിക്കുന്ന മനുഷ്യർക്ക് ഞാനൊരു പുതുജീവൻ നൽകും. നമ്മുടെ ഓരോരുത്തർ മരിക്കുമ്പം, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പം നമുക്ക് എന്താ വിഷമം, നമ്മൾ എന്താ കരയുന്നത്. അപ്പോൾ ആ ഒരു വിഷമം ഞാനിപ്പം മാറ്റിക്കൊടുക്കും. എൻ്റെ ഈ സൊല്യൂഷൻ കൊണ്ട് അത് സാധ്യമാണ്. അവിനാശ് കളിയാക്കി പറയും, ആ മൃത്യു കോ ചുനൗത്തി ദേങ്കെ, ജീവൻ ഓർ മൃത്യു തോ ചിരസത്യ ഹേ. താങ്കൾ ഈ മരണത്തെയാണോ ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്? ജീവിതം ഉണ്ടെങ്കിൽ മരണമുണ്ട്. അതൊരു ചിരസത്യമാണ്, അതൊരു ശാശ്വതമായ സത്യമാണ്. ഒരിക്കൽ ജീവിക്കുന്ന വ്യക്തി മരിക്കണം. നമുക്കൊരിക്കലും മരണത്തിനെ, മൃത്യുവിനെ തടയാൻ പറ്റില്ല. ജീവൻ ഹേ ലേക്കിൻ മൃത്യു നഹി. യഹ मैंने अपने इस कंपाउंड से सिद्ध कर दिया है. നോക്കൂ, ജീവിതമുണ്ട് പക്ഷേ മരണമില്ല. അത് ഞാൻ എൻ്റെ ഈ ഫോർമുല, ഈ കോമ്പൗണ്ട് കൊണ്ട് ഞാൻ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. पास ही अखबार पड़ा है, डॉक्टर कौशिक उसे उठाकर पन्ने पलटते हैं और चौथा पृष्ठ खोलकर अविनाश के आगे रख देते हैं. അടുത്ത് തന്നെ ന്യൂസ് പേപ്പർ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ന്യൂസ് പേപ്പറിൽ ഈ ചരമ അറിയിപ്പുള്ള പേജ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് അവിനാശിന് കാണിച്ചു കൊടുക്കും ഡോക്ടർ കൗശിക്. യ ദേഖോ, रोज़ कितने हैं जिनके घर कोई ना कोई मर जाता है, कोई बीमारी से, कोई दुर्घटना से, कोई यूं ही. ഇപ്പോൾ ഡോക്ടർ കൗശിക് ആ പേപ്പർ കാണിച്ചിട്ട്, ചരമ അറിയിപ്പുള്ള പേപ്പർ കാണിച്ചിട്ട് ഒരു നോക്കൂ, ഓരോ ദിവസവും ഡെയിലി എത്ര പേരാ മരിക്കുന്നത്. ചിലർ അസുഖം കാരണം മരിക്കും, ചിലർ ആക്സിഡൻറ്റ് കാരണം മരിക്കും, ചിലർ നിന്ന നിപ്പിന് വെറുതെ അങ്ങ് മരിക്കും. കിത്തനെ ലോഗോं को ये रोते बिलखते छोड़ जाते हैं. എത്ര റിലേറ്റീവ്സും മക്കളും അച്ഛനും അമ്മയും എല്ലാം കരഞ്ഞ് 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 കണ്ണുനീര് വാർക്കുകയാണ്. इनके घर वालों द्वारा दिए शोक समाचार पढ़ कलेजा मुंह को आता है. मैं इन सबके दुख दूर करूँगा. എനിക്ക് ഇവരുടെ ഈ ചരമ അറിയിപ്പ്, അതിൻ്റെ കൂടെയുള്ള വാക്യങ്ങൾ കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല, വിഷമം കാരണം. അപ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് വിഷമം കൊണ്ട് അങ്ങ് നീറുകയാണ്. मैं इन सबके दुख दूर करूँगा. ഞാൻ ഇവരുടെ എല്ലാം വിഷമം ഈ സൊല്യൂഷൻ കൊണ്ട് മാറ്റും. അവിനാശ് കെ ചേഹറെ പർ മന്ദ വ്യംഗ്യപൂർണ്ണ മുസ്കാൻ ഹെ. അവിനാശിന് ഇപ്പോഴും ഈ സൊല്യൂഷനെയും വിശ്വാസമില്ല, ഈ സൊല്യൂഷൻ ആവശ്യക്കാരുണ്ടാകും എന്ന കാര്യത്തിലും വിശ്വാസമില്ല. वो व्यंग्यपूर्ण रूप से हंसता है, കളിയാക്കി ചിരിക്കും. और डॉक्टर कौशिक अपनी बात ख़त्म करके मुड़ते हैं तो वह उनकी पीठ पीछे कंधे उचका देता है. കൗശിക് അങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങനെ തോളെ ഇങ്ങനെ കാണിക്കുന്ന, ഷോൾഡർ ഇങ്ങനെ അനക്കും അവിനാശ്. എന്ന് ഷോൾഡർ ഇങ്ങനെ അനക്കിയിട്ട്, ഓ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന രീതിയിൽ ഒരു മാനറിസം കാണിക്കും അവിനാശ്. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം, ഈ സയൻറ്റിസ്റ്റ് നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ഒരു സൊല്യൂഷനും കണ്ടുപിടിച്ച് ഇറങ്ങിത്തിരിക്കാൻ പോവുകയാണ് ഓരോ മരണം നടന്ന വീടുകളിൽ. അവരുടെ ദുഃഖം അകറ്റാൻ, ആ മരിച്ചവരെ പുനർജീവിപ്പിക്കാൻ, അങ്ങനെ അവരുടെ ആ കരച്ചിലും ആ വിഷമവും എല്ലാം ഇല്ലാതാക്കാൻ ഒരു നല്ല മനസ്സുള്ള ഒരു സയൻറ്റിസ്റ്റ് മരണത്തിനെ തന്നെ ചാലഞ്ച് ചെയ്ത് പുറപ്പെടുകയാണ്. നമ്മൾ കണ്ടു എങ്ങനെ ഒരു സയൻറ്റിസ്റ്റ് ഡോക്ടർ കൗശിക് തൻ്റെ ലാബിൽ വളരെയധികം പ്രയത്നിച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. ആ സൊല്യൂഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മരിച്ചു പോയവരെ പോലും ജീവിപ്പിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഡോക്ടർ കൗശിക് വളരെ എക്സൈറ്റഡ് ആവുന്നു. കാരണം ഈ ഒരു ഫോർമുല കിട്ടിയാൽ എത്രയോ പേരുടെ ദുഃഖം മാറും. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോകുമ്പോൾ നമുക്ക് വളരെ വിഷമം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ വിഷമത്തിൽ നിന്ന് കരകയറ്റാൻ ഈ ഒരു സൊല്യൂഷന് കഴിയും. അങ്ങനെ ഡോക്ടർ കൗശിക് വളരെ ആവേശത്തോടു കൂടി അവിനാശിൻ്റെ കൂടെ പോവുകയാണ്. എവിടെയാണ്? ഓരോ വീടുകളിൽ പത്രം എടുത്തു, പത്രത്തിൽ ചരമക്കുറിപ്പ് കണ്ട് അഡ്രസ്സ് ഒക്കെ നോട്ട് ചെയ്ത് ഓരോ സ്ഥലത്ത് പോവാണ്. अगला दिन घड़ी सुबह के 9 बजा रही है. डॉक्टर कौशिक के हाथ में अखबार है. चौथे पृष्ठ पर कई जगह वे निशान लगाते हैं. ചരമ അറിയിപ്പിൻ്റെ ആ പേജിൽ പല സ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെക്കും.
इन जगहों पर कोई न कोई मर गया है, जिसके परिवार ने अखबार में शोक समाचार प्रकाशित किया है. डॉक्टर कौशिक दवाओं का ब्रीफकेस स्कूटर में रखते हैं. इस बीच अविനാश भी आ जाता है. ഈ വീടുകളിലെല്ലാം ആരെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവർ മരിച്ചിട്ടുണ്ട്. അപ്പം ഡോക്ടർ കൗശിക് താൻ കണ്ടുപിടിച്ച ഫോർമുല, ആ സൊല്യൂഷനുമായിട്ട് ഈ വീടുകളിലെ അഡ്രസ്സ് നോക്കി അവിനാശിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് പോവും. आज सुहानी सुबह है और हम एक महान काम पर निकल रहे हैं अविनाश. अपना यह लेकिन वेकिन वहीं घर में छोड़ चलो. അവിനാഷ് ഡോക്ടർ കൗശിക് വളരെ എക്സൈറ്റഡ് ആണ്. ഓക്കെ, അദ്ദേഹം പറയാണ്, നോക്കൂ, ഇന്ന് നല്ലൊരു ദിവസമാണ്, നമ്മളൊരു മഹത്തായ കർമ്മം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് അവിനാഷ് ഈ ലേക്കിൻ വേക്കിൻ എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡൊന്നും എൻ്റെ കൂടെ കൊണ്ടുവരരുത്, അതൊക്കെ വീട്ടിൽ വെച്ചിട്ട് വരണം. दोनों स्कूटर पर जाते हैं. 2-4 मोड़ घूमने के बाद वे जिस कॉलोनी में आते हैं उसके साइन बोर्ड पर लिखा है भावना नगर. അങ്ങനെ ഇവരുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഭാവന നഗറാണ്. एक लंबी सड़क के अंतिम छोर पर वे एक ऐसे मकान पर रुकते हैं जहाँ काफ़ी भीड़ लगी है. सभी के चेहरे शोकमग्न हैं. लोग मृतक के गुणों का बखान करते हुए उसकी मृत्यु पर अफसोस प्रकट कर रहे हैं. അപ്പോൾ ഭാവനാനഗറിലെ ഏറ്റവും ആ സ്ട്രീറ്റിലെ അവസാനത്തെ ഒരു വീടാണ് ഈ മരണം നടന്ന വീട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ എല്ലാവരും വളരെ ഷോക്ക് മഗ്ന്, വളരെ വിഷമിച്ച് നിൽക്കുന്നു. മരിച്ച വ്യക്തിയുടെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് മരിച്ചത് വളരെ കഷ്ടമായി പോയി എന്നും പറഞ്ഞ് മരിച്ചത് വളരെ ദുഃഖകരമായി പോയി എന്നൊക്കെ ഓരോരുത്തർ പറയുകയാണ്. മൂത്ത മകൻ, ആ മരിച്ച വ്യക്തിയുടെ മൂത്ത മകൻ പറയാണ്, ഹായ് ജബ് തക് പിതാജി थे मुझे घर की कोई फिक्र नहीं थी. महीने में 20-20 दिन मैं दौरे पर रहता था उन्हीं के भरोसे. മൂത്ത പുത്രൻ പറയാണ്, അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു. ഞാൻ 20 ദിവസമൊക്കെ അടുപ്പിച്ച് ടൂറിന് പോവായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം അച്ഛൻ വീട്ടിലുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു. അപ്പം ഇളയ പുത്രൻ പറയാണ്, പിതാജി तो महापुरुष थे. मैं इतना बड़ा हो गया फिर भी मुझे बच्चा मानते. अभी पिछले साल यह घड़ी उन्होंने मेरी सालगिरह पर दी थी. അച്ഛനൊരു മഹാപുരുഷനാണ് കേട്ടോ. ഞാൻ ഇത്രയും വളർന്നു, വിവാഹമൊക്കെ കഴിച്ചു, ഞാൻ ഇത്രയും വളർന്നു, പക്ഷേ എന്നെ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ വർഷം എൻ്റെ ആനിവേഴ്സറിക്ക് നോക്കിയേ എനിക്കൊരു വാച്ച് തന്നു. एक बहू कहती है, हाय मैंने उन्हें पिताजी से बढ़कर समझा. मैं तो उन्हें नाश्ते में 2 अंडे देती थी. ഒരു മരുമകൾ വന്ന് പറയാണ്, അയ്യോ എനിക്ക് അച്ഛൻ എന്ന് വെച്ചാൽ, എന്ന് വെച്ചാൽ അമ്മായി അച്ഛൻ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനേക്കാളും ഫേവററ്റ് ആയിരുന്നു. ഞാൻ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് അദ്ദേഹത്തിന് സ്പെഷ്യലായിട്ട് 2 മുട്ട കൊടുക്കുമായിരുന്നു. അബ് ദൂസരി ബഹു, രണ്ടാമത്തെ മരുമകൾ ഒട്ടും പുറകോട്ട് നിന്നില്ല. ഹായ് വേ മനുഷ്യ നഹി ദേവതാ ഥേ ഉൻകെ ബിനാ ഹം കൈസേ ജിയേംഗെ. അയ്യോ, അദ്ദേഹം ഒരു മനുഷ്യനല്ല, ഒരു ദേവതയായിരുന്നു. അദ്ദേഹം ഇല്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും. डॉक्टर कौशिक मृतक के बेटों को एक तरफ ले जाकर बड़ी उमंग से अपनी खोज के बारे में बताते हैं. ഡോക്ടർ കൗശിക് ഇതെല്ലാം കണ്ടു. ഡോക്ടർ കൗശിക്കിന് ഇവരുടെ ഈ ദുഃഖം മാറ്റാൻ ഉള്ള സൊല്യൂഷൻ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഈ പുത്രന്മാരെ, ഈ 2 മക്കളെയും മാറ്റി നിർത്തിയിട്ട് ഡോക്ടർ കൗശിക് വളരെ ആവശ്യത്തോടു കൂടി ബഡി ഉമംഗ് കെ സാത്ത് തൻ്റെ ആവിഷ്കാരത്തെ പറ്റി പറയും. यकीन मानिए मैंने ऐसा फॉर्मूला ढूंढ निकाला है कि मैं आपके पूज्य पिताजी को जीवन दे सकता हूँ. നിങ്ങൾ വിശ്വസിക്കും, ഞാൻ ഇങ്ങനെ ഒരു ഫോർമുല കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെ പുനർജീവിപ്പിക്കാം. दोनों बेटे एक हक्का बक्का अंदाज में एक दूसरे को ताकते खड़े हो जाते हैं. 2 മക്കളും അങ്ങ് ഞെട്ടിപ്പോവും, തമ്മിലിങ്ങനെ നോക്കി നിൽക്കുകയാണ്. कभी वे डॉक्टर कौशिक को देखते हैं, कभी एक दूसरे को. तभी उनकी पत्नियां भी आ जाती हैं. അവരിങ്ങനെ അന്തം വിട്ട് പരസ്പരം നോക്കുന്നു, ഡോക്ടർ കൗശിക്കിനെ നോക്കുന്നു. ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് അവരുടെ ഭാര്യമാർ കയറി വരും. ഭാര്യമാർ 2 പേരും ഒരുമിച്ച് പറയും, ക്യോ ജി ऐसे क्यों खड़े हो, सारा काम पड़ा है. നിങ്ങളെന്താ ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നത്? ഇനി ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുണ്ട്, എല്ലാ പണിയും കിടക്കുകയാണ്, കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യണം. അപ്പോൾ ഈ 2 കുട്ടികൾ പറയാണ്, യേ കേത്തേ ഹേ ക്യാ കേത്തേ ഹേ. അപ്പോൾ ഈ 2 മക്കളും പറയും, ഇതാ ഇദ്ദേഹം പറയുന്നു. എന്ത് പറയുന്നു?
मुझसे आप लोगों का दुख देखा नहीं जा रहा है। आज सुबह ही अखबार में मैंने यह शोक समाचार पढ़ा जो आपने दिया था। हाल ही में मैंने एक फॉर्मूला ढूंढ निकाला है जिससे पिताजी को नई जिंदगी मिल सकती है. ഇപ്പം ഡോക്ടർ കൗശിക്ക് താൻ വന്ന വിവരം, താൻ വന്ന ഉദ്ദേശം ഈ ഭാര്യമാരോടായിട്ട് തന്നെ പറയും. നോക്കൂ, ഞാൻ ഇന്ന് ന്യൂസ് പേപ്പറിലാണ് ഈ ഒരു ബാഡ് ന്യൂസ് അറിഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വിഷമം മാറ്റാൻ എൻ്റെ കയ്യിലൊരു ഫോർമുലയുണ്ട്. എൻ്റെ കയ്യിൽ എന്താണുള്ളത്? അച്ഛനെ പുനർജീവിപ്പിക്കാനുള്ള ഒരു ഫോർമുലയുണ്ട്. കേട്ട പാടെ ഒരു മരുമോൾ പറയും, നാ ബാബാ ജനെ ക്യാ കീമത്ത് മാങ് ബൈഠേ ആപ്. വേണ്ട വേണ്ട, ഇനി ഇത് ജീവിപ്പിച്ചിട്ട് നിങ്ങൾ ഇനി എത്ര എമൗണ്ട് ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ കൗശിക് പറയും, ഇസ്കെ ബദലെ മേ ആപ്സെ കോടി ഭി ന ലൂങ്ക, ഇസ്കി കാമയാബി ഹി ഇസ്കി കീമത്ത് ഹൈ. അപ്പോൾ ഡോക്ടർ കൗശിക് പറയും, വേണ്ട വേണ്ട, എനിക്ക് ഇതിന് പകരം ഒരു 5 പൈസ, നയാ പൈസ വേണ്ട. ഞാനിത് സക്സസ് ആവണം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. എനിക്കിത് സക്സസ് ആയി കാണണം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ആഗ്രഹം. അപ്പോഴത്തേക്കിന് ഒരു മൂത്ത പുത്രൻ നോക്കിയ വളരെ പതുങ്ങിയ സ്വരത്തിൽ തൻ്റെ സഹോദരനോട് ചോദിക്കും, പിതാജി കാ വസീയത്ത് നാമ ദേഖ് ലിയ, കോയി കസർ തോ നഹീ ഹൈ ഉസ്മേ. അച്ഛൻ്റെ വിൽപത്രം നോക്കിയോ? അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം നമുക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിലാണോ എഴുതിയിരിക്കുന്നത്? അപ്പോൾ മറ്റേ പുത്രൻ നോക്കിയ അവൻ അതിനേക്കാളും അതാണ്. അച്ഛൻ മരിച്ചപ്പം തന്നെ ആദ്യം നോക്കിയത് വിൽപത്രമാണ്. വഹ मैंने पहले ही देख लिया है, വസീയത്ത് നാമ ദുരുസ്ത് ഹൈ. അത് ഞാൻ നേരത്തെ നോക്കി, എല്ലാം നമുക്ക് വളരെ ഫേവറബിളായിട്ടുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ലേൻ ദേൻ നിപ്റ്റാ ഗയേ ഹേ. അപ്പോൾ മൂത്ത പുത്രൻ പിന്നെയും ചോദിക്കും, കൊടുക്കാനും വാങ്ങാനും ഉള്ളതെല്ലാം തീർത്തിട്ടാണോ അച്ഛൻ പോയിരിക്കുന്നത്? തസല്ലി സേ ദൂസറ ബേട്ട കേത്ത ഹെ. വളരെ ആശ്വാസത്തോടു കൂടി പുത്രൻ പറയും, സബ് നിപ്റ്റാ ഗയേ ഹേ. അതെല്ലാം അച്ഛൻ കൃത്യമായിട്ട് ചെയ്തു തീർത്തിട്ടുണ്ട്. ഫിർ ക്യാ. അപ്പോൾ ഇനിയിപ്പോൾ അച്ഛൻ പുനർജീവിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യം ഇല്ല. നമുക്ക് ഫേവറബിളായിട്ട് വിൽപത്രം എഴുതിയിട്ടുണ്ട്, കൊടുക്കാനും വാങ്ങാനുള്ള എല്ലാം കൃത്യമായിട്ട് ഇടപാടുകൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് എന്ന രീതിയിലിരിക്കും. दोनों लड़के डॉक्टर कौशिक की तरफ मुखातिब होते हैं. उनकी पत्नियां उग्र विरोध से डॉक्टर कौशिक को देख रही हैं. ഈ 2 കുട്ടികളും കൗശിക്കിനെ ഇങ്ങനെ നോക്കും. ഭാര്യമാർ വളരെ ദേഷ്യത്തിൽ കൗശിക്കിനെ നോക്കും. ऐसा है डॉक्टर साहब, आपकी बात मानकर हमें बड़ा हर्ष होता, लेकिन आप जानते हैं बड़ा नाजुक मामला है. दोनों छोटे भाई विदेश में हैं, उन्हें केबल किया हुआ है. वे आकर कितना बिगड़ेंगे, उनके हज़ारों डॉलर मिट्टी में मिल जाएंगे. അപ്പോൾ ഒരു പുത്രൻ വളരെ ബുദ്ധിപൂർവ്വം ഒരു എക്സ്ക്യൂസ് പറയും, ഡോക്ടറിൻ്റെ ഈ ഒരു അഭിപ്രായം ഞങ്ങൾക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയോ, വളരെ സീരിയസ് ഇഷ്യൂ ആണ്, വളരെ ഡെലിക്കേറ്റ് ഇഷ്യൂ ആണ്. 2 ഇളയ അനിയന്മാരുള്ളത് ഫോറിനിലാണ്, വിദേശത്താണ്. അവർക്ക് കേബിൾ ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ മരണവിവരം പറഞ്ഞ്. അവർ ലീവ് എടുത്ത് അവരുടെ എല്ലാ ജോലികളും വിട്ട് ഒരുപാട് ഡോളറൊക്കെ ചിലവാക്കി ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ വരുമ്പം അച്ഛൻ മരിച്ചിട്ടില്ല എന്നറിയുമ്പോൾ അവർക്ക് എന്ത് ദേഷ്യം വരും. മറ്റേ പുത്രൻ പറയും, आप भी साहब अजीब हैं, इधर हमें सारा इंतज़ाम करना है, देर हो रही है, उधर आप एक नया शगुफ़ा लेकर आ गए हैं. ഇവിടെ ഞങ്ങൾക്ക് എന്തൊക്കെ ഇനിയും ഈ ദാഹകർമ്മത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്. ഞങ്ങൾ ഇത് ചെയ്യുമോ അതോ താങ്കളുടെ ഈ ഒരു വർത്തമാനം കേട്ടിരിക്കുമോ? तभी 16 साल का एक लड़का बाहर से आकर उत्तेजित आवाज़ में कहता है. അപ്പോൾ ഒരു 10-16 വയസ്സുള്ള ഒരു പയ്യൻ, ഇവരുടെ തന്നെ മകനാണ്, ഇവർ വെളിയിൽ നിന്ന് വന്ന് ആ പയ്യൻ പറയാണ്, പാപ്പാ പാപ്പാ ഗേന്ദയ്ക്ക് ഫൂൽ ലേ ആയാ ഹൂँ, ഫൂൽ വാലേക്കോ 200 रुपये दे दीजिए. അപ്പം ഞാൻ എന്താ ഗേന്ദയ്ക്ക് ഫൂൾ, മെരിഗോൾഡിൻ്റെ ആ പൂ അത് കൊണ്ടുവന്നിട്ടുണ്ട്, ജമന്തി പൂ, അതിനുള്ള പൈസ കൊടുക്കണം കേട്ടോ, 200 രൂപ. അപ്പോഴത്തേക്കും ഒരു ട്രക്ക് ആക്കർ घर के सामने खड़ी होती है. उसमें से घर का एक सदस्य अंदर आता है. वो कौन है? വരുന്നത് കിഷനാണ്, ഇവരുടെ റിലേറ്റീവാണ്. सुरेश बड़ी मुश्किल से ट्रक का इंतज़ाम किया है, इस काम के लिए कोई गाड़ी देता ही ना था. सारी ट्रकें आजकल छात्रों ने चुनाव में रोक रखी हैं. സുരേഷ് കഷ്ടപ്പെട്ടാണ് ഈ ട്രക്ക് കിട്ടിയത്. ഇങ്ങനെ ഈ ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ ആരും വണ്ടി വിട്ടു തരുന്നില്ല.
മാത്രമല്ല ഇപ്പം ഇലക്ഷൻസ് നടക്കുന്നതുകൊണ്ട് കോളേജിലെ കുട്ടികളെല്ലാം ഈ ഇലക്ഷന് വേണ്ടി ഈ ട്രക്കുകളെല്ലാം ബുക്ക് ചെയ്തിരിക്കുക. बड़ी मेहनत के बाद यह 1100 पर मिली है. आधा पैसा एडवांस दिया तब कहीं आई है ट्रक. അയ്യോ കഷ്ടപ്പെട്ടു പോയി കേട്ടോ. ഈ പാതി റേറ്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടാണ് ഈ വണ്ടിയെങ്കിലും കിട്ടിയത്. एक अन्य आदमी बाहर से आकर आपने आज अखबार में किराए पर कमरा देने का जो इश्तेहार दिया है उसी सिलसिले में आया हूँ. അപ്പം നോക്കി ഒരു അച്ഛനാണ് മരിച്ചത്. അച്ഛൻ മരിച്ച് കർമ്മങ്ങൾ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അച്ഛൻ്റെ മുറി വാടകയ്ക്ക് കൊടുക്കാൻ ന്യൂസ് പേപ്പറിൽ അഡ്വർട്ടൈസ് ചെയ്തിരിക്കുന്ന മക്കൾ. വളരെ ഓവർ എക്സാജറേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ നടന്നുകൂടായി ഇല്ല ഇന്നത്തെ കാലത്തെ. ഈ റിലേഷൻഷിപ്സ് ഇത്രയും അധികം ഫ്രജൈലായിരിക്കുന്ന സമയത്ത് ഒരു അച്ഛൻ മരിച്ചു കിടക്കുന്നു. ആ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ഇതാ വരുന്നു ആ വ്യക്തി ആ റൂം നോക്കാൻ വന്നിരിക്കുന്നു. दोनों भाई कौशिक की ओर और फिर समस्त इंतज़ाम की ओर उलझन भरी नज़र डालते हैं. क्या करें जैसी भंगिमा बनाकर सिर पर हाथ रख लेते हैं. तभी कुछ और मेहमान अंदर घुसते हैं और एक बार फिर हाय पिताजी विलाप शुरू हो जाता है. കൗശിക് ഇത് കേട്ടിട്ട് ഞെട്ടിപ്പോവും. കാരണം സ്വന്തം മക്കൾ തന്നെ അച്ഛൻ മരിച്ച് അച്ഛനെ ജീവിപ്പിക്കണമെന്നും ആഗ്രഹമില്ല, അച്ഛൻ്റെ മുറിയും വാടകയ്ക്ക് കൊടുക്കാൻ അഡ്വർടൈസും ചെയ്തിരിക്കുന്നു. എന്നിട്ട് നാട്ടുകാർ ഈ ചടങ്ങിന് വരുമ്പം അവർ വളരെയധികം കരച്ചിൽ അഭിനയിക്കും. ഹായ് പിതാജി എന്നും പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. ബഡാ ലഡ്ക ഹാത്ത് ജോഡ്കർ ഡോക്ടർ കൗശിക് കോ സ്കൂട്ടർ തക് പहुंचाता है. അങ്ങനെ അവർ ഡോക്ടർ കൗശിക്കിനോട് പറയും, ദയവ് ചെയ്ത് താങ്കളുടെ ഈ ഒരു ഇത് ഞങ്ങൾക്ക് വേണ്ട, അദ്ദേഹത്തിനെ തിരിച്ച് സ്കൂട്ടറിൽ ആക്കും. जो हम पर पड़ी है भुगत लेंगे डॉक्टर साहब, आप क्यों पड़े इस चक्कर में, नमस्ते. ഞങ്ങൾക്ക് വരാനുള്ളത് ഞങ്ങൾ സഹിച്ചോളാം, എന്തിനാണ് താങ്കൾ ഇതിൽ ഇടപെടുന്നത് എന്നും പറഞ്ഞ് അദ്ദേഹത്തിനെ അങ്ങ് ഒഴിവാക്കും. लड़का तेजी से वापस कमरे में चला जाता है. डॉक्टर कौशिक अबूझ से उसी दिशा में देखते रहते हैं. अविनाश उनके कंधे पर ऐसे स्पर्श करता है जैसे दरवाज़ा खटखटा रहा हो. അവിനാശിന് ഏകദേശം ഇത് നേരത്തെ ധാരണയുണ്ടായിരുന്നു. ഈ ലോകത്ത് അങ്ങനെയൊന്നും ആർക്കും മരിച്ചു പോയവരൊന്നും തിരിച്ചു വരണമെന്നൊന്നും ആഗ്രഹം ഇല്ല എന്നുള്ളത്. പക്ഷേ ഡോക്ടർ കൗശിക്കിന് മറിച്ചായിരുന്നു ധാരണ. ഡോക്ടർ കൗശിക് കരുതിയിരുന്നത് ഇങ്ങനത്തെ ഒരു ഫോർമുല ഉണ്ടായാൽ എല്ലാവരും വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കും, വളരെ ആദരിക്കും ഇദ്ദേഹത്തിനെ. പക്ഷേ നേരെ വിപരീതമാണ് ഈ ഒരു വീട്ടിലുണ്ടായത്, ഈ ഒരു അനുഭവം. നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത് മമത കാലിയയുടെ ഏകാംഗി ജാൻ സേ പ്യാരെ. നമ്മൾ കണ്ടു എങ്ങനെ ഡോക്ടർ കൗശിക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. അത് ഇട്ടാൽ മാത്രയിൽ തന്നെ മരിച്ച വ്യക്തിക്ക് പോലും ജീവിക്കാൻ പറ്റും. പക്ഷെ അതൊന്ന് പരീക്ഷിച്ച് കാണാനുള്ള ഒരു ആകാംക്ഷയിൽ അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ്. ഡോക്ടർ കൗശിക് വിചാരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ കൊണ്ട് മനുഷ്യർക്ക് വളരെ ഉപയോഗപ്രദമാവും. കാരണം ഓരോ വീടുകളിലും മരണം നടക്കുമ്പോൾ എത്രമാത്രമാണ് കുടുംബത്തിലുള്ളവർ വിഷമിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ആദ്യം ഒരു വീട്ടിൽ ചെല്ലും. പക്ഷെ അവിടെ അവരുടെ മരിച്ച വ്യക്തിയുടെ മക്കളും മരുമക്കളും തന്നെ അതിനോട് താല്പര്യം കാണിക്കുന്നില്ല. ഇപ്പോൾ വേറൊരു വീട്ടിലേക്ക് അവർ ചെല്ലുകയാണ്. അപ്പോൾ ഈ ന്യൂസ് പേപ്പറിലെ ചരമ അറിയിപ്പ് വട്ടമിട്ട് അവർ ഓരോ അഡ്രസ്സിൽ ചെല്ലുകയാണ്. ഈ വീട്ടിൽ ഒരമ്മയാണ് മരിച്ചിരിക്കുന്നത്. യുവാവായ മകൻ അടുത്ത് വളരെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. मकान के अंदर सफ़ेद कपड़ों में बहुत से स्त्री पुरुष नज़र आते हैं. बरामदे में मृत औरत का शव ले जाए जाने की तैयारी है. घर की बहू अपनी बाह पर 3-4 भारी जरी की साड़ियाँ लिए खड़ी है और बड़ी बूढ़ियों में सलाह चल रही है कौन सी साड़ी मृतका पर चढ़ाई जाए. അവിടെ ചെന്നപ്പം കണ്ട കാഴ്ച, അവിടെ ഒരുപാട് പേര് ഒത്തുകൂടിയിരിക്കുന്നു. വീട്ടിലെ മരുമകൾ കയ്യിൽ കുറേ ഹെവി വർക്കൊക്കെ ഉള്ള സാരികൾ വെച്ച് അവിടുത്തെ മുതിർന്ന മറ്റ് സ്ത്രീകളോട് അഭിപ്രായം ചോദിക്കുകയാണ്.
മരിച്ച അമ്മായിയമ്മയ്ക്ക് ഏത് സാരിയാണ് ഉടുപ്പിക്കേണ്ടത് എന്നുള്ളൊരു ചർച്ച നടക്കുകയാണ്. അവസാനം അവരെന്തൊരു കൺക്ലൂഷനിലെത്തും? अंत में सबकी सलाह पर एक हल्की पुरानी जरीदार साड़ी से शव ढांप दिया जाता है. അവസാനം ഒരുപാട് ഡിസ്കഷനൊക്കെ നടന്നു കഴിഞ്ഞ് കൂട്ടത്തിൽ ഏറ്റവും പഴക്കം ചെന്നതും കാണാൻ ഭംഗിയില്ലാത്തതുമായ ഒരു സാരി ആ ശവത്തിന് ഉടുപ്പിക്കും. शव के पैरों के पास एक नवयुवक गमगीन बैठा है. डॉक्टर कौशिक उसे अलग आने का इशारा करते हैं. അപ്പോൾ കൗശിക് നോക്കിയപ്പോൾ ആ അമ്മയുടെ അടുത്ത്, ശവത്തിൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ, യുവാവ് വളരെ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ അത് മകനാണെന്ന് മനസ്സിലായി. മകനെ അടുത്ത് വിളിക്കും. കൗശിക് फुर्ती से ब्रीफकेस खोलकर शीशी उस नवयुवक को दिखाते हैं और हाव भाव से बताते हैं कि वे क्या कर सकते हैं. नवयुवक के चेहरे पर आह्लाद, उत्तेजना और अविश्वास के चिन्ह आते हैं. ഡോക്ടർ കൗശിക് എക്സ്പ്ലെയിൻ ചെയ്യും ആ മകനോട്, നോക്കൂ, എൻ്റെ കയ്യിൽ ഇങ്ങനൊരു സൊല്യൂഷനുണ്ട്, ഇതിട്ടാൽ നിങ്ങളുടെ അമ്മ പുനർജീവിക്കും. യുവാവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സന്തോഷം വരുന്നു, എക്സൈറ്റഡ് ആവുന്നു, വിശ്വസിക്കാനേ പറ്റുന്നില്ല. വഹ തുരന്ത് പത്നി കോ ആവാസ് ദേത്താ ഹൈ. ഗിരിജ ഗിരിജ സുനോ തോ. ഭാര്യയെ വിളിക്കും, ഗിരിജ ഇതൊന്ന് കേൾക്കൂ. गिरिजा के हाथ पर अभी भी साड़ियाँ लटकी हैं. आकर वह प्रश्नवाचक निगाह से दोनों को देखती है. അപ്പോൾ ഗിരിജയുടെ കയ്യിൽ ഇപ്പോഴും ആ സാരികളൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. വന്ന് നോക്കും, എന്താണ് ചോദ്യചിഹ്നമായിട്ട് ഒരു എന്താ പ്രശ്നമെന്ന് പറഞ്ഞ് ഗിരിജ വന്ന് ചോദിക്കും. നവയുവക് ജൽദി ജൽദി ഉസേ സംജാത്താ ഹൈ. അപ്പോൾ യുവാവ് തൻ്റെ ഭാര്യയെ മനസ്സിലാക്കും എന്തൊക്കെയാണ് കൗശിക് പറഞ്ഞെന്നുള്ളത്. अम्मा फिर से जी सकती हैं, ये डॉक्टर साहब का कहना है. इनके पास ऐसी दवाई, मतलब कि ഡോക്ടർ സാറ് പറയുന്നതും അമ്മയ്ക്ക് ഇനിയും ജീവിക്കാമെന്ന്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അങ്ങനൊരു മരുന്നുണ്ട് പോലും. गिरिजा सीधे डॉक्टर कौशिक को कुछ ऐसी आक्रामकता से देखती है कि वे 2 कदम पीछे हट जाते हैं. ഇത് കേട്ട പാടെ മരുമകൾക്കങ്ങ് ദേഷ്യം വരും. അവർ വളരെ തുറിച്ച്, വളരെ തീഷ്ണതയോടെ ഡോക്ടർ കൗശിക്കിനെ ഒരു നോട്ടം നോക്കും. ആ നോട്ടത്തിൽ തന്നെ ദഹിച്ച് ഡോക്ടർ കൗശിക്ക് 2 അടി പുറകോട്ട് പോവും. फिर गिरिजा एक गहरी चिढ़ से अपने पति की ओर देखती है. वह सहम कर वहाँ से हट जाता है. പിന്നെ ഗിരിജ ഒരു നോട്ടം ഭർത്താവിന് കൊടുക്കും. ഭർത്താവും പേടിച്ചു പോകും. गिरिजा के होंठ निर्णायक वक्रता ले लेते हैं. अब वह बोलती है, एक ठंडी निश्चयात्मक आवाज़ जिसमें आंसू का कोई गीलापन नहीं है. വളരെ ഫിലോസഫിക്കലായിട്ട് ഗിരിജ ഒരു കാര്യം പറയും. क्या आपको पता है मां जी किस जानलेवा बीमारी से तड़प तड़प कर गुजरी हैं. അമ്മ ഒരു തീരാ രോഗിയായിരുന്നു. വളരെയധികം വിഷമം സഹിച്ചാണ് അമ്മ മരിച്ചത്. തടപ് തടപ് കർ മരി ഹെ. വളരെ ബുദ്ധിമുട്ട് സഹിച്ചാണ്. കാരണം രോഗം കാരണം, രോഗം മൂർച്ഛിച്ച് അമ്മ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. आज 5 साल बाद वह पहली बार चैन से सो रही है. ഈ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ആദ്യമായിട്ടാണ് അമ്മ ഇന്നാണ് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങുന്നത്. नहीं तो इन सालों में सारी सारी रात खास खास कर इन्होंने अपना और मेरा जीना हराम किए रखा. ഈ 5 വർഷത്തിൽ ഒന്നീ ചുമച്ച് എന്തെങ്കിലും അസ്വസ്ഥതകൾ കാണിച്ച് അമ്മയുടെ സ്വസ്ഥതയും കളയും, എൻ്റെ സ്വസ്ഥതയും കളയും. मेरा जीना भी हराम किया है. इतने साल सोते जागते 8 पहर इनकी सेवा आखिर किसने की. ഈ 5 വർഷം, അമ്മ കിടപ്പിലായ 5 വർഷം അമ്മേനെ നോക്കിയത് ആരാണ്? मैंने, ഞാനാണ് അമ്മേനെ നോക്കിയത്. घर के सब लोग किसी न किसी बहाने भागते रहे. कभी दफ्तर, कभी कॉलेज, कभी बाजार. വീട്ടിലെ മറ്റംഗങ്ങൾ എന്തെങ്കിലും റീസൺ പറഞ്ഞ് അവിടെ നിന്ന് ഓടും. ചിലപ്പോൾ ഓഫീസിൽ പോകുന്നെന്ന് പറയും, ചിലപ്പം കോളേജിൽ പോകണം, ചിലർക്ക് മാർക്കറ്റിൽ പോകണം. एक मैं ही थी जो उस पिछवाड़े के कमरे में घुटी रही തിമാർദാരി കേലി. ഞാനേ ഉള്ളായിരുന്നു ആ അമ്മയുടെ കൂടെ ആ മുറിയിൽ. അമ്മയുടെ രോഗം അമ്മയെ ശുശ്രൂഷിക്കാൻ ഞാനും. ബാക്കി ബഹുവേ തോ അഭി ആയെങ്കി, एक आध घंटे हाय हाय करेंगी और उनके बक्से टटोलने में लग जाएंगी.
അമ്മയ്ക്ക് വേറെ മരുമക്കളില്ലാഞ്ഞിട്ടല്ല, അവർ വരും. വന്നിട്ട് വല്ലപ്പോഴും വന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ അമ്മയുടെ അടുത്തിരുന്ന് അയ്യോ അമ്മയ്ക്ക് വയ്യേ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് പെട്ടെന്ന് അമ്മയുടെ സാധനങ്ങൾ പരിശോധിക്കും, എന്തെങ്കിലും പൈസയോ വല്ലതും വിലപിടിപ്പുള്ള ഉണ്ടെങ്കിൽ എടുക്കാൻ. मैं ही हूँ जो सारी जिम्मेदारी निभाती हूँ. माँ जी को आप जीवन देने आए हैं या मुझे मौत. ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക് അവസാനം വരെ. ഇപ്പം ഇനി അമ്മയ്ക്ക് ജീവൻ നൽകിയിട്ട് നിങ്ങൾ എനിക്ക് മരണം വിധിക്കാനാണോ വന്നിരിക്കുന്നത്? കാരണം അമ്മ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് നരകതുല്യമായിരുന്നു. नवयुवक एक क्षण बड़ी हताशा से अपनी पत्नी की ओर देखता है, फिर डॉक्टर कौशिक को ठेलता हुआ सा बाहर ले जाता है. അപ്പോഴാ യുവാവിന് തൻ്റെ അമ്മയെ ജീവിപ്പിക്കണമെന്നുള്ള സകല ആഗ്രഹവും തീർന്നു. അവർ ഭാര്യയെ പേടിച്ച് അവൻ डॉक्टर कौशिक ने तल्ली വെളിയിലോട്ട് കൊണ്ടുപോകും. स्कूटर के पास अविनाश खड़ा है जो शक्ल से ही डॉक्टर कौशिक की निराशा समझ जाता है. ഇപ്പോൾ സ്കൂട്ടറിൻ്റെ അടുത്ത് അവിനാശ് നിൽപ്പുണ്ട്. അപ്പോൾ ഈ കൗശിക്കിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോഴേ അറിയാം ഉദ്ദേശിച്ച കാര്യമൊന്നും നടന്നില്ല എന്ന്. जाने दीजिए डॉक्टर साहब, मेरी बीवी बड़ी लड़ाकी है, इससे नहीं भिड़े तभी अच्छा है. ഡോക്ടർ, എൻ്റെ വൈഫ് വളരെ വഴക്കാളിയാണ്, അവളുടെ അടുത്ത് നമ്മൾ ഏറ്റുമുട്ടാതിരിക്കുന്നതാണ് നല്ലത്, നമുക്ക് നല്ലത് അതാണ്. नवयुवक अंदर चला जाता है. डॉक्टर कौशिक पस्ती से अपना ब्रीफकेस स्कूटर की टोकरी में डालता है. अविनाश तसल्ली देने के लिए डॉक्टर का कंधा थपथपाता है. അങ്ങനെ ഡോക്ടർ കൗശിക്ക് വളരെ നിരാശവാൻ. അപ്പോൾ ഇത് രണ്ടാമത്തെ വീടാണ് കേട്ടോ. 2 വീടുകളിലും മരണം നടന്ന 2 വീടുകളിലും വീട്ടിലെ ആർക്കും തന്നെ ഇത് താല്പര്യമില്ല. അങ്ങനെ ഇവർ അവിടുന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. മൂന്നാമത്തെ അഡ്രസ്സ് മൊഹബത്ത് നഗറാണ്. അവിടെ B29 അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കമറേ മേ സഫേദ് വസ്ത്രോं में 15-20 स्त्रियां बैठी हैं. उनके बीच एक नवयुवती एकदम काले वस्त्रों में सिर झुकाए सिसक रही है. ഈ മൊഹബത്ത് നഗറിലെ B29 ഒരു ക്യാപ്റ്റനാണ് മരിച്ചിരിക്കുന്നത്, ക്യാപ്റ്റൻ ശർമ്മ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിധവയായ ഭാര്യ വളരെ ചെറുപ്പക്കാരിയാണ്, ബ്ലാക്ക് വസ്ത്രം ധരിച്ച് നടുക്കിരിപ്പുണ്ട്. ചുറ്റിനും 10-20 സ്ത്രീകൾ വെള്ള വസ്ത്രവും ധരിച്ച് അടുത്ത് ഇരിപ്പുണ്ട്. उसने आँखों पर आंचल रखा हुआ है. कमरे की दीवार पर मृतक की फोटो लटकी है जिस पर फूलों का हार चढ़ाया हुआ है. ഹൃദയ വിദാരക് ദൃശ്യ ഹെ. ആ ഒരു സീൻ വളരെ ടച്ചിങ് ആയിരുന്നു. കാരണം ഒരു ചെറുപ്പക്കാരിയുടെ ഹസ്ബൻഡാണ് മരിച്ചത്. मैं कैप्टन शर्मा की विधवा से बात करना चाहता हूँ. ഡോക്ടർ കൗശിക് എന്ന് പറയും, എനിക്ക് ക്യാപ്റ്റൻ ശർമ്മയുടെ വൈഫിനായിട്ടൊന്ന് സംസാരിക്കണം. नवयुवती होश करती है, धीरे धीरे भीड़ से उठकर डॉक्टर कौशिक की तरफ आती है. बहुत रो लेने के बाद उसकी आंखें बड़ी उदास और भीगी लग रही है. അപ്പോൾ ആ ചെറുപ്പക്കാരി ഇത് കേട്ടിട്ട് ഡോക്ടർ കൗശിക്കിൻ്റെ അടുത്തേക്ക് വരും. मैंने आज सुबह अखबार में आपके द्वारा दिया शोक समाचार पढ़ा तो मैं हिल उठा. मैं आपके लिए जीवन का नया संदेश लाया हूँ. आप इस खुशखबरी को पाकर झूम उठेंगी. അപ്പോൾ ആ യുവതിയോട് ഡോക്ടർ കൗശിക് പറയും, ഞാൻ ഇന്ന് ന്യൂസ് പേപ്പറിലാണ് ഈ ഒരു വാർത്ത, ഈ ഒരു ദുഃഖദ് വാർത്ത കണ്ടത്. വളരെയധികം വിഷമമുണ്ട്. ഞാനൊരു പുതിയ സന്ദേശവുമായിട്ടാണ്, ഒരു പുതിയ ഉണർവുള്ളൊരു സന്ദേശവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ഒരു ന്യൂസ് കേട്ടാൽ നിങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. युवती प्रश्नवाचक दृष्टि से डॉक्टर कौशिक को देखती है. एक जिज्ञासु औरत अगरबत्तियां जलाने के बहाने उन दोनों की तरफ आ गई है. नवयुवती उसकी ओर सतर्कता से देखती है. അപ്പോൾ അവിടെ 10-20 സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ക്യാപ്റ്റൻ ശർമ്മയുടെ വൈഫ് ഈ ഒരു പരിചയമില്ലാത്ത ഒരു പുരുഷൻ വന്ന് എന്തോ മാറി നിർത്തി സംസാരിക്കുന്നു. അത് കണ്ടപ്പം ഒരു സ്ത്രീക്ക് ഇവരെന്തുവാ സംസാരിക്കുന്നതെന്ന് അറിയാനൊരു ആകാംക്ഷ. അവർ ചന്ദനത്തിരി കത്തിക്കുന്ന വ്യാജേന അവരുടെ അടുത്തേക്ക് വരും. അപ്പം നവയുവതി അവരോട് പറയും, കമല ജാओ സാഹബ് കെ ലിയെ പാനി ലാओ. അവരോട് പറയും പോയി വെള്ളം കൊണ്ടുവരാൻ പറയും സാറിന് വേണ്ടി. ധന്യവാദ്, ക്യാ ആപ് ദോനോ മേ ബേഹദ് പ്രേം ഥാ. അപ്പോൾ ഡോക്ടർ കൗശിക് ചോദിക്കും, നിങ്ങൾ തമ്മിൽ വളരെ സ്നേഹമായിരുന്നോ? അപ്പം നവയുവതി അത് കേട്ടിട്ട് കണ്ണൊക്കെ അടച്ച് വളരെ വികാരഭരിതയായി പറയും, बेहद. अगर उन्हें कहीं बाहर जाना पड़ता था तो मिनट मिनट पर फ़ोन पर मेरा हाल पूछते थे
और तो और मुझे गुसलखाने में भी देर लग जाए तो वे गवारा नहीं करते थे. എന്നെ വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം വെളിയിൽ പോയാൽ 10-15 മിനിറ്റിനുള്ളിൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. എന്തിനധികം പറയുന്നത്, ഞാൻ കുളിമുറിയിൽ അല്പസമയം ഒന്ന് കൂടുതൽ എടുത്താൽ തന്നെ അദ്ദേഹത്തിന് വെപ്രാളമാണ്. അത്രയ്ക്ക് എന്നോട് സ്നേഹമായിരുന്നു. कैसे हुआ यह सर्वनाश? എങ്ങനെ സംഭവിച്ചത്? एयर क्रैश. उफ. एक क्षण सन्नाटा. फिर अपनी आवाज़ में सायास उत्साह भरकर डॉक्टर कौशिक कहते हैं, लेकिन अब आपको अपना जीवन अकेले नहीं गुजारना पड़ेगा. मैं आपके पति को फिर से जीवन दे सकता हूँ, इसीलिए आया हूँ. അപ്പോൾ ഡോക്ടർ കൗശിക് ഇതെല്ലാം കഥയെല്ലാം കേട്ടിട്ട് പറയും, ഇനി നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഒരു സന്ദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. मैं आपके पति को फिर से जीवन दे सकता हूँ. നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താവിനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. नवयुवती का चेहरा कुछ विकृत हो जाता है. सख्त आकृति. അപ്പോഴത്തേക്കിന് ആ സ്ത്രീയുടെ, ഇത്രയും നേരം വളരെ മയത്തി നിന്ന സ്ത്രീയുടെ, ആ നവയുവതിയുടെ, ഭർത്താവ് മരിച്ച് മിസ്സസ് ശർമ്മയുടെ മുഖം അങ്ങ് വല്ലാതാവും. കിസ് തരഹ്, എങ്ങനെയാണ് നിങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്? मैंने एक ऐसा मिक्सचर तैयार किया है जिससे मरा हुआ इंसान जी सकता है. അതെങ്ങനെയാണെന്നോ, ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു മിക്സ്ചർ. അത് കൊണ്ട് നമുക്ക് മരിച്ച ആൾക്കാരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. നവയുവതി ഇത് കേട്ടിട്ടങ്ങ് കഠോരമായ സ്വരത്തിൽ പറയും, और मैं समझे बैठी थी कि आप बीमा कंपनी से आए हैं. चले जाइए यहाँ से. आप सोचते हैं मैं आप धूर्त लोगों से अपने शेखर की पवित्र काया दूषित करवाऊंगी. ഓ, നിങ്ങളായിരുന്നോ? ഞാനെന്താ വിചാരിച്ചത്, ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ വിചാരിച്ചു നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വന്ന ഏജൻറ്റ് വല്ലതും ആണെന്നാണ്. കാരണം ലൈഫ് ഇൻഷുർ ചെയ്താൽ കുറേ ലക്ഷങ്ങൾ കിട്ടുമല്ലോ. പക്ഷേ നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. കാരണം ഞാൻ എൻ്റെ ശേഖറിൻ്റെ ആത്മാവിനെ, പവിത്രമായ ആത്മാവിനെ നിങ്ങളെപ്പോലുള്ള ചതിയന്മാർ, ധൂർത്തന്മാർക്ക് കൈകാര്യം ചെയ്യാൻ ഞാൻ വിട്ട് കൊടുക്കത്തില്ല. नवयुवती की तीखी आवाज़ और तमतमाया चेहरे से सहम कर डॉक्टर कौशिक बाहर को भागते हैं. ആ ചെറുപ്പക്കാരിയുടെ ഒരു ഭാവവും ദേഷ്യവും ഒക്കെ കണ്ട് ഡോക്ടർ കൗശിക് ജീവനും കൊണ്ട് വെളിയിലോട്ട് ഓടും. ഹഡ്ബടി മേ ബ്രീഫ് കേസ് ഭൂലനെ ലഗ്തേ ഹൈ. കൊണ്ടുവന്ന ബ്രീഫ് കേസും മറന്നു പോകും പെട്ടെന്ന് വെപ്രാളത്തിൽ. ബ്രീഫ് കേസ് എടുക്കാൻ തിരിയുമ്പോഴത്തേക്കിനും നവയുവതി ഫിർ ദുടക്തി ഹൈ. ഗയേ നഹി ആപ്, നിങ്ങൾ പോയില്ലേ എന്നവർ ദേഷ്യത്തിൽ ചോദിക്കും. ജാത്താ ഹൂ ഡോക്ടർ കൗശിക് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇതൊരു ചെറുപ്പക്കാരിയാണ്. ഇതിനു മുമ്പ് പോയ 2 വീടുകളിലും പ്രായമായവരാണ് മരിച്ചത്. പക്ഷേ ഇത് ഒരു ചെറുപ്പക്കാരിയുടെ ഭർത്താവാണ് മരിച്ചത്. എന്നിട്ട് അവർക്ക് ഒരു താല്പര്യവുമില്ല ഹസ്ബൻഡിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. വെളിയിൽ വരുമ്പം ഡോക്ടർ കൗശികിൻ്റെ ആ ഒരു അവസ്ഥ കണ്ട് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് അവിനാശ് പറയും, छोड़िए डॉक्टर, आप भी किन तिलों में तेल तलाश रहे हैं, पैसे से बड़ा महबूब नहीं. ഡോക്ടർ വിട്, ഏത് തിലിലാണ് ഡോക്ടർ തേൽ അന്വേഷിക്കുന്നത്? എന്ന് വെച്ചാൽ ഈ എള്ള് ആട്ടിയാലൊന്നും എണ്ണ കിട്ടാൻ പോകുന്നില്ല, ആ ടൈപ്പ് എള്ളല്ല ഇത്. എന്ന് വെച്ചാൽ എന്താണ്? പൈസേസെ ബഡാ മെഹബൂബ് നെഹി. പൈസയാണെല്ലാം, സമ്പത്താണെല്ലാം. ജീവനേക്കാളും വില എല്ലാവർക്കും പൈസയാണ്. അതിൽ കൂടുതൽ ആർക്കും ഒന്നും വേണ്ട. जिंदगी जिंदाबाद, एक पता बाकी है, चलेंगे. क्या पता वहाँ कोई हो जिसे सचमुच कोई जान से प्यारा हो. ഇപ്പോൾ ഡോക്ടർ കൗശിക് പറയും, ഏതായാലും ഒരു അഡ്രസ്സ് കൂടെ ഞാൻ മാർക്ക് ചെയ്തത് ബാക്കിയുണ്ട്, അവിടെ പോയി നോക്കാം. അവിടെ ആർക്കെങ്കിലും പൈസയേക്കാൾ കൂടുതൽ ജീവനാണ് വലുതെങ്കിൽ അവർക്ക് ഈ സൊല്യൂഷൻ കൊടുക്കാം. അതെവിടെയാണ്? ഇബാദത്ത് നഗറാണ് അവർ മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്താണ്? बस्ती में एक मकान के बरामदे में छोटी सी भीड़, बड़ी कमसीन नववधु मर गई है. നല്ല കാണാൻ ഭംഗിയുള്ള ഒരു നവവധു, ഒരു ചെറുപ്പക്കാരിയാണ് മരിച്ചിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പം കാണുന്ന കാഴ്ച, ഉസ്കാ പതി അപ്നെ സീനെ പർ ഹാത്ത് മാർ മാർ കർ വിലാപ് കർ രഹാ ഹൈ. നെഞ്ചോടടിച്ച് കരയാണ് ഹസ്ബൻഡ്. ഈ ചെറുപ്പക്കാരി, കാണാൻ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ് മരിച്ചത്. അപ്പോൾ അവിടെ ഹസ്ബൻഡ് വല്ലാതിരുന്ന് കരയാണ്. ഹായ് കമ്മോ, തു കഹാ ചലി ഗയി, തുജെ ക്യാ ഹോ ഗയാ കമ്മോ. നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടി ലൗഡായിട്ട് കരയാണ്. കമ്മോ, നീ എവിടെ പോയി? നീ എന്നെ വിട്ടിട്ട് എന്തിനു പോയി? അപ്പോൾ കൈ ബുജുർഗ് ഓർ ഹം ഉമ്ര ലോഗ് ഉസേ ദിലാസ ദേ രഹേ ഹൈ.
മൃത ബഹു കി സാസ് റോത്തി ഹെ. അമ്മായിയമ്മ അടുത്തിരുന്ന് കരയുന്നു. എന്നിട്ട് അവരെന്താ പറയുന്നത്? ഹായ് മേരി സോനെ സി ബഹു കഹാ ചലി ഗയി. സ്വർണത്തെ പോലെ മനോഹരിയായ എൻ്റെ മരുമകൾ എവിടെ പോയി? डॉक्टर कौशिक सहानुभूति से युवा विधुर के कंधे पर हाथ रखकर उसे अंदर कमरे में आने का इशारा करते हैं. അപ്പോൾ ഡോക്ടർ കൗശിക്കിന് മനസ്സിൽ തോന്നും, ഇവർക്ക് എന്തായാലും ഇയാൾ ഇത്രയും കരയുന്നു, ഈ ചെറുപ്പക്കാരൻ ഭാര്യയുടെ വിയോഗം സഹിക്കാൻ വയ്യാതെ നെഞ്ചോടടിച്ച് കരയുന്നു, അപ്പോൾ എന്തായാലും ഇവന് ഈ മരുന്ന് വേണ്ടി വരും. അദ്ദേഹം പറയും, आपका दुख वाकई बहुत बड़ा है. मैं आपकी पत्नी को नया जीवन देने आया हूँ. നിങ്ങളുടെ ദുഃഖം ശരിക്കും വലിയ ദുഃഖമാണ്. ഞാൻ നിങ്ങളുടെ വൈഫിന് ഒരു പുതിയ ജീവിതം നൽകാനാണ് വരുന്നത്. प्रस्ताव सुनते सुनते कम्मो के पति की भंगिमा बदलती जा रही है. उसके चेहरे पर आश्चर्य, चिढ़ और अविश्वास के भाव बड़ी तेजी से आ रहे हैं. अंत में वह बड़ी दार्शनिक आकृति बना लेता है. ഇത് കേട്ട ഉടനെ അയാളുടെ മുഖഭാവം എന്തായിരുന്നു? അവിശ്വാസ് കാ ഭാവ്, വിശ്വസിക്കാൻ വയ്യ. പിന്നീട് അദ്ദേഹത്തിന് ആശ്ചര്യം. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ചിടെന്ന് വെച്ചാൽ വെറുപ്പ്, എന്ന് വെച്ചാൽ അയാൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അയാളുടെ ഭാര്യയെ പുനർജീവിപ്പിക്കുമെന്ന് പറഞ്ഞ ഐഡിയ. ആദ്യം അയാൾക്ക് വിശ്വസിക്കാൻ വയ്യ, പിന്നീട് അയാൾക്കത് താല്പര്യവും ഇല്ല. അയാൾ ഭയങ്കര ബുദ്ധിപൂർവ്വം ഒരു ഡയലോഗ് പറയും. डॉक्टर साहब, आप किस कम्मों को लौटाने की बात कर रहे हैं? वह हार्ड मांस की काया, वह तो मिट्टी है, मिट्टी. अगर कम्मो जज्बात का नाम है जो मेरे रग रग में समाया है, तो वह कहाँ है डॉक्टर साहब? देखिए वह कहाँ है. देखिए वह यहाँ है, वहाँ है, घर के कोने कोने में है. एक तेरी दीद छिन गई मुझसे, वरना दुनिया में क्या नहीं बाकी. അപ്പോൾ അയാൾ വളരെ ബുദ്ധിപൂർവ്വം പറയും, നിൻ്റെ ശരീരം എക് ദീദ് ചിൻഗൈ മുസ്സെ, നിൻ്റെ ശരീരം ഈ മാംസവും മജ്ജയുമുള്ള ശരീരം മാത്രമാണ് എന്നിൽ നിന്ന് പിരിഞ്ഞു പോയത്. അല്ലാതെ നീ ഇവിടെ തന്നെ ഉണ്ട്, എൻ്റെ കമ്മോ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, ഇവിടെയുണ്ട്, അവിടെയുണ്ട്, ഈ പരിസരത്തെല്ലാം എൻ്റെ കമ്മോ ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഉള്ള ഒരു വൈഫിനെ ഇനിയും പുനർജീവിപ്പിച്ചിട്ട് കാര്യമില്ല. അയാൾക്ക് സ്ട്രെയിറ്റ് പറയാൻ ബുദ്ധിമുട്ട്. നോക്കൂ, എനിക്ക് എൻ്റെ ഭാര്യയെ തിരിച്ച് ജീവിക്കണമെന്നൊരാഗ്രഹവുമില്ല. അങ്ങനെ പറയാതെ വളരെ ബുദ്ധിപൂർവ്വം അയാൾ പറയും, അവൾ പോയിട്ടില്ല, അവളുടെ സാന്നിധ്യം ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, അവൾ സജീവമായി എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ സജീവമായിട്ടിരിക്കുന്ന ഒരാളിനെ പിന്നെയും പുനർജീവിപ്പിക്കുന്ന പറയുന്ന കാര്യം തന്നെ വ്യർത്ഥമാണല്ലോ. कहते कहते कम्मो का पति पास पड़े अखबार से अपना मुंह ढांप लेता है. അത്രയും പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യും? അയാൾ ഒരു കരച്ചിലൊക്കെ കരഞ്ഞിട്ട് അയാൾ ആ കയ്യിൽ അടുത്തിരുന്ന ന്യൂസ് പേപ്പർ എടുത്ത് അയാളുടെ മുഖം മറയ്ക്കും. अखबार में विज्ञापनों वाला पृष्ठ ऊपर है. वैवाहिक विज्ञापनों वाले पन्ने पर कम्मो के पति ने जगह जगह लाल निशान लगा रखे हैं. डॉक्टर कौशिक ध्यान से उन निशानों को देखते हैं और धीरे से बाहर को चल देते हैं. അപ്പോൾ എന്താണ്? അയാൾ മുഖം മറച്ച ആ ന്യൂസ് പേപ്പർ അയാൾ മാട്രിമോണിയൽ കോളത്തിൽ വട്ടമിട്ട് വെച്ചിരിക്കുകയാണ് ചുമന്ന മഷി കൊണ്ട്. വൈഫ് മരിച്ചതേ ഉള്ളൂ. അപ്പോൾ അയാൾ അടുത്ത വിവാഹത്തിനുള്ള പ്ലാൻ ചെയ്യുകയാണ്. ഡോക്ടർ കൗശിക്കിന് ഇത് കണ്ടിട്ട് വളരെയധികം ഒരു ആഘാതമാവും. അയാൾ പുറത്തോട്ട് വരും. തും ഠീക് കഹത്തെ ഥേ, മൈ ഹി ഗലത് ഥാ. അവിനാശിനോട് വന്ന് പറയും, നീ പറഞ്ഞ സത്യമാണ്. കാരണം അവിനാശ് തുടക്കം മുതലേ പറഞ്ഞ് ഈ ലോകത്ത് ആർക്കും മരിച്ചു പോയവർ തിരിച്ചു വരണമെന്നൊരാഗ്രഹവും കാണത്തില്ല. मौत जालिम है मगर जिंदगी के कायदे उससे भी ज़्यादा जालिम है. അവിനാശ് പറയും, മരണം എന്നുള്ളത് ഒരു വളരെ തീക്ഷ്ണമായ ഒരു സത്യമാണ്, നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു സത്യമാണ്. പക്ഷെ അതിനേക്കാളും ദുഃഖിപ്പിക്കുന്ന രീതികളാണ് ജീവിച്ചിരിക്കുന്നവരുടെ ഓരോ രീതികൾ. രണ്ടുപേരും സ്കൂട്ടറിൽ അവിടെ നിന്ന് അവരുടെ സൊല്യൂഷനുമായിട്ട് അങ്ങ് പോകും. ഇതായിരുന്നു മമത കാലിയയുടെ ജാൻ സേ പ്യാരെ എന്ന ഏകാംഗി. എന്നുവെച്ചാൽ മനുഷ്യർക്ക് ജാൻ സേ പ്യാരെ, ജീവനേക്കാളും വലുത് സ്വത്തും പൈസയും LICയുടെ പൈസയും ഇതെല്ലാമാണ്. അതൊരു ഇച്ചിരി അതിശയോക്തി കലർന്ന രീതിയിൽ എങ്കിൽ ഉള്ള ഒരു ഫാക്റ്റ് നമ്മുടെ മുമ്പിൽ ഒരു ഏകാംഗിയുടെ രൂപത്തിൽ അവതരിപ്പിച്ചതാണ് മമത കാലിയ. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ ഇനിയും